പ്രോഗ്രാമിലെ മത്സരാർത്ഥികളെ ആദ്യം തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? സ്ഥലം? കോട്ടയം. എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുമോ VSW. ഓക്കെ. ജീവ പത്തനംതിട്ട. VSW. മിനു ഗായത്രി കോട്ടയം. പൊന്നു കോട്ടയം. പൊന്നു, നല്ല പേര് കേട്ടോ പൊന്നു. അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയാതിരിക്കരുത്. എന്ത് ആൻസർ വന്നാലും പറയണം. ലാസ്റ്റ് വിഷമം വരും, അയ്യോ എനിക്കത് പറയാൻ പറ്റിയില്ലല്ലോ, അവളെ അത് കൊണ്ടുപോയില്ല എന്നുള്ള ഒരു വിഷമം വേണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. എന്ത് ആൻസർ ഉണ്ടെങ്കിലും 20 സെക്കൻഡിനുള്ളിൽ പറയുക. ഇന്ന് ആരാണോ കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ വിജയി. ഓക്കെ, റെഡിയാണോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇവിടെ? ആരോ ഉണ്ടല്ലോ, ചുമയാണ്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. തൊടുമ്പോഴേക്ക് അപ്രത്യക്ഷമാകുന്നത് എന്താണ്? തൊടുമ്പോഴേ അങ്ങ് അപ്രത്യക്ഷമാവും. യെസ്, കുമ്പള. ബബിൾസ് കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് എന്താണ്? ഈ ഒരു സാധനം അടിക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത്. പൊറോട്ട അല്ല, ചൂരലല്ല. അതിനേക്കാൾ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ട്. വടിയല്ല, ചൂരലും വടിയും ഒന്നാണ്. ഉത്സവ പറമ്പിലൊക്കെ കാണും. ചെണ്ട. കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ കൂടുതൽ എടുത്തുകൊണ്ടിരുന്നാലും കുറയാത്തത് എന്താണ്? നിങ്ങൾ ഇത് കൂടുതൽ എടുത്തുകൊണ്ടിരുന്നാലും കൊടുത്തുകൊണ്ടിരുന്നാലും കുറയത്തില്ല, എന്താണത്? കൂടത്തേ ഉള്ളൂ. ഈ ഒരു സാധനം നമ്മൾ ഒരാൾക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൊടുത്തുകൊണ്ടിരുന്നാലും അത് കൂടത്തില്ല, കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. എന്താണ്? സ്നേഹമല്ല, സ്നേഹത്തെക്കാളും ആപ്റ്റായിട്ടുള്ള ഒരു ഇതുണ്ട്. നിങ്ങളൊക്കെ ഇപ്പൊ എന്തിനാ പഠിക്കുന്നത്? അറിവ് കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ 3 ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. നിങ്ങൾ ഒരിക്കൽ മാത്രമേ പറയൂ, പക്ഷെ മറ്റുള്ളവർ ഒരുപാട് പ്രാവശ്യം ഇത് ഉപയോഗിക്കും. പേര് ഇവിടെ നിന്ന് ആൻസർ വന്നു. ഇവിടെ പേന്നാക്കിയപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് പറഞ്ഞത്. പക്ഷെ ആദ്യം ഇവിടെ നിന്നാണ് ഞാൻ കേട്ടത്. ഇവിടെ 4 ക്വസ്റ്റ്യന്റെ ആൻസർ ആയല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പറയും തോറും അതിന്റെ വില കുറയുന്നുണ്ട്. പറയും തോറും അതിന്റെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ കടകളിലൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കടകളിലും കച്ചവട സ്ഥലത്തൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. അതിനൊരു പേര് പറയും. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ പറയാം. ശരിയല്ല, പറയും തോറും ഇതിന്റെ വില കുറഞ്ഞു വരും. ഒരു സാധനത്തിൽ നമ്മൾ പോയി ഒരു വില പറയും. ലേലമല്ല, അതിന് വേറൊരു വാക്ക് ഉപയോഗിക്കും. ബാർഗെയിനിങ് കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. ചെറുപ്പത്തിൽ ഉപേക്ഷിക്കുകയും വാർദ്ധക്യത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്താണ്? ചെറുപ്പത്തിൽ നമ്മളിത് ഉപേക്ഷിക്കും, വാർദ്ധക്യത്തിൽ ഇത് ആഗ്രഹിക്കും. എന്താണ്? ചെറുപ്പത്തിൽ ഉപേക്ഷിക്കുകയല്ല, അത് പോകും. സത്യം പറഞ്ഞ വാർദ്ധക്യത്തിൽ അത് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കും. അല്ല, ബാല്യകാലം അല്ല, കുട്ടിത്തം അല്ല. പറഞ്ഞോളൂ, എന്താ ആൻസർ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സാധനം ഇപ്പോൾ ഉണ്ട്. ചില നേരത്തെ കാണിക്കും, ചില പല്ല് കറക്റ്റ് ആൻസർ. പല്ല് കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പൊട്ടിച്ചാലേ ഉപയോഗിക്കാൻ പറ്റൂ, എന്താണ്? ഈ ഒരു സാധനം പൊട്ടിച്ചാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. തോക്കല്ല, കഴിക്കുന്ന സാധനമാണ്. വീട്ടിൽ കൂടെ കടുകല്ല. ഇത് പൊട്ടിച്ചാലേ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. തേങ്ങ അല്ല. അത് കറക്റ്റ് ആൻസർ ആണ്. തേങ്ങ പൊട്ടിച്ചാലേ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന് പോയിന്റ് കൊടുക്കാം അല്ലേ? ഇത്രയും നല്ല അടിപൊളിയായിട്ട് ആൻസർ പറഞ്ഞു. മുട്ടയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ തേങ്ങ കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ തേങ്ങയ്ക്ക് ഒരു പോയിന്റ് കൊടുത്തു. എത്ര മാർക്കായി? 2 പോയിന്റ് അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പല്ലുണ്ട് പക്ഷെ കടിക്കില്ല, എന്താണ്? പല്ലുണ്ട് പക്ഷെ കടിക്കില്ല. ചീപ്പ്. 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരാൾ 4 ക്വസ്റ്റ്യന്റെ ആൻസർ, ഒരാൾ 3 ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഇനി അടുത്ത ആകെ ഒരേ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഉപയോഗിക്കാത്തപ്പോൾ നീളമുള്ളത് പക്ഷെ ഉപയോഗിക്കുമ്പോൾ ചെറുത്, എന്താണ്? നീളമുള്ളത് ഉപയോഗിക്കുമ്പോൾ അത് ചെറുതായി വരും. നമ്മൾ കൂടുതലും ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് കുട്ടിക്കാലത്തൊക്കെയാണ്. റബ്ബർ
പെൻസിൽ. ഭയങ്കര ആൻസർ തന്നെയാട്ടോ ഇവിടെ നിന്ന് കിട്ടുന്നത്. ഫുള്ള് കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ രണ്ടുപേരും 4 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. ഇവർ രണ്ടുപേരിൽ നിന്ന് ഒരാളെ എനിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കുക. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും പറയുക. ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കും. നിങ്ങൾക്ക് കാണാൻ കഴിയും, എന്നാൽ അത് മറ്റാർക്കും കാണാൻ കഴിയില്ല. എന്താണ്? പക്ഷെ നിങ്ങൾക്ക് മാത്രമേ അത് കാണാൻ പറ്റൂ. മൂക്കല്ല, മൂക്ക് മറ്റുള്ളവർ കാണാലോ. നമുക്ക് കാണാൻ കഴിയുന്നതും എന്നാൽ മറ്റാർക്കും കാണാൻ കഴിയാത്തതും. നമ്മുടേതായ ഈ ഒരു സാധനം നമുക്ക് മാത്രമേ കാണാൻ പറ്റൂ, എന്നാൽ മറ്റാർക്കും കാണാൻ പറ്റില്ല. എന്താ? ഡബിൾ മീനിങ് ഒന്നും വേണ്ട. ഇവിടെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നു. നമ്മുടേതായ ഒരു സാധനം നമുക്ക് മാത്രമേ കാണാൻ പറ്റൂ, വേറെ ആർക്കും ഒരിക്കലും കാണാൻ പറ്റില്ല. രാത്രി കാലങ്ങളിലാണ് നമ്മൾ ഈ സാധനം കാണുന്നത് സാധാരണ. എന്താണ്? സ്വപ്നത്തെ ഇവിടെയാണ് ആൻസർ പറഞ്ഞത്. പക്ഷേ മത്സരാർത്ഥി അല്ല ആൻസർ പറഞ്ഞത്. അപ്പൊ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. കാണാൻ പറ്റും പക്ഷെ പിടിക്കാൻ പറ്റില്ല. രണ്ടുപേരും ഒരുമിച്ച് നിഴൽ പറഞ്ഞു. അപ്പൊ ആ ക്വസ്റ്റ്യന് ക്യാൻസൽ. അടുത്ത ക്വസ്റ്റ്യൻ. ആണിന് 1 പെണ്ണിന് 2 ഉള്ളത് എന്താണ്? കറക്റ്റ് ആൻസർ ആണ്. എന്തായിരുന്നു പേര്? ബിനു. മിനു മാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി മിനു ഗായത്രിയാണ്. മിനു ഗായത്രി സമ്മാനം നൽകുന്നതിന് വേണ്ടി ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയായ ഹർഷകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ? അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിലെ മീനു ഗായത്രി ഇന്നത്തെ വിജയി നമുക്കൊരു പാട്ട് പാടി തരുന്നതാണ്. അതൊന്ന് കേൾക്കാം. അറിയാതെ അറിയാതെ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വായി പ്രണയതൽപ്പത്തിലമരാൻ വാ. ഇതൊരമര ഗന്ധർവയാമം, ഇതൊരനഘ സംഗീത സല്ലാപം, മലഞ്ഞുറിയുമാഷാഢതീരം, അതിലമൃദു പെയ്യും ഈ 7ാം യാമം. അറിയാതെ അറിയാതെ പവിഴവാർ തിങ്കളറിയാതെ. സൂപ്പർ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.